കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വാസം. ദുരിതപൂർണമായിരുന്ന ഒരു കേരളത്തെ ശുദ്ധീകരണം നടത്തി പുതിയ സർക്കാർ ചുമതലയേറ്റിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തെ പോലെ ആകില്ല മുന്നോട്ടുള്ള കേരളം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വർഗീയതയ്ക്കെതിരെ അദ്ദേഹം സംസാരിച്ചതിൻ്റെ പേരിലാണ് കേരള ജനത ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്. നമസ്കാരം. തലസ്ഥാനത്ത് സത്യപ്രതിജ്ഞ കഴിഞ്ഞിരിക്കുകയാണ്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വലിയ മഴയും പെയ്തിരിക്കുകയാണ്. എല്ലാവരും തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും തിരിച്ച് അവരവരുടെ സ്ഥലത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതേസമയം സെക്രട്ടേറിയറ്റിന് ഉൾവശത്ത് ആദ്യ മന്ത്രിസഭാ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നതാണ്. KSRTCയുടെ സൗജന്യ യാത്രയടക്കം ഉണ്ടാകും എന്നുള്ളതാണ് ജനങ്ങളെല്ലാവരും തന്നെ ഞങ്ങൾക്ക് ഉറപ്പ്. ഒരുപാട് ഉറപ്പ് വരുന്നുണ്ട്. ഒരുപാട് ഉറപ്പ് വരുന്നുണ്ട്. വാഗ്ദാനങ്ങളിൽ പാലിച്ചിരിക്കും, ഉറപ്പാണ്. എന്തായാലും മന്ത്രിസഭാ യോഗം നടക്കുകയാണ്. വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ആഗ്രഹിച്ച ഒരു മന്ത്രിസഭയാണ് കേരളത്തിൽ വന്നത്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വാസം. എന്തായാലും കഴിഞ്ഞ 10 വർഷത്തെ പോലെ ആകില്ല മുന്നോട്ടുള്ള കേരളം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് മഴ പെട്ടെന്ന് പെയ്തത്. കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ശുഭസൂചനയാണ്. ഇതൊരു ശുദ്ധീകരണം കൂടിയാണ്. കഴിഞ്ഞ 10 വർഷം ദുരിതപൂർണമായിരുന്ന ഒരു കേരളത്തെ ശുദ്ധീകരണം നടത്തി പുതിയ സർക്കാർ ചുമതലയേറ്റിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയാണ് കേരളത്തിലെ മുഴുവൻ ആളുകളും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ്റെ അദ്ദേഹത്തിൻ്റെ വിഷനും അദ്ദേഹത്തിൻ്റെ ആ ഒരു മുന്നോട്ടുള്ള പോക്കും കേരളത്തിലെ ആളുകൾക്ക് ഗുണം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. 10 വർഷത്തിന് ശേഷമുള്ള ഒരു ശുദ്ധികലശം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. വലിയ മഴ തലസ്ഥാനത്ത് പെയ്തിരിക്കുന്നു. എന്തായാലും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു മഴ പെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? നമ്മുടെ UDF സർക്കാർ പറഞ്ഞ വാക്ക് പാലിക്കുമോ? പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ഈ അധികാരത്തിൽ വന്ന VD സതീശൻ ഫീച്ചർ വളരെ ഇതായിട്ട് കാണുന്നുണ്ട്. 25 വർഷത്തേക്ക് നമ്മുടെ കുട്ടികൾ പുറം ലോകത്ത് പഠിക്കാനുള്ള അവസരം ഇനി ഉണ്ടാകുന്നില്ല. UK പോലുള്ള സ്ഥലങ്ങളിൽ ഇനി നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ട കാര്യം വരുന്നില്ല. കേരളത്തിൽ തന്നെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ തന്നെ ഇത് ചെയ്യുക, അവർക്ക് ഇൻഡസ്ട്രിയിൽ ഇവിടെ ഉണ്ടാക്കുക. ഇതാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. അദ്ദേഹത്തെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം വർഗീയതയ്ക്കെതിരെ അദ്ദേഹം സംസാരിച്ചതിൻ്റെ പേരിലാണ് കേരള ജനത ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്. കാരണം ആരുടെയും തിണ്ണനിരങ്ങാൻ അയാൾ പോയിട്ടില്ല, പോകത്തുമില്ല എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിൻ്റെ പേരിലാണ് സതീശൻ എന്ന് പറയുന്ന വലിയ നേതാവിനെ എല്ലാവരും ഉൾക്കൊണ്ടത്. സതീശൻ എന്ന് പറയുന്ന നേതാവിനെ ഉൾക്കൊള്ളാൻ കാരണം കേരളത്തിൽ ഇതുവരെ ഒരു രാഷ്ട്രീയ നേതാവിനും പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. വർഗീയതയ്ക്കെതിരെയാണ് എൻ്റെ നിലപാട്. ആ നിലപാടിൻ്റെ രാജകുമാരനാണ് അദ്ദേഹം. ആ നിലപാടിൻ്റെ രാജകുമാരനായതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അദ്ദേഹം ഉയർത്തിവെച്ച ഒറ്റ മുദ്രാവാക്യമുള്ളൂ, നമ്മളെല്ലാം നമ്മുടെ വരും തലമുറകൾ ഒരു കാരണവശാലും അത് നീ ഇന്ന ജാതിയാണെന്ന് വേർതിരിക്കാൻ പാടില്ല. ആ ഒറ്റ നിഗമനമാണ്, ആ ഒറ്റ ദീർഘവീക്ഷണമാണ് കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കാനുള്ള ഏകം. എന്തായാലും വലിയ ആവേശത്തിലാണ് പ്രവർത്തകരെല്ലാവരും തന്നെ ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വലിയ മഴ പെയ്തിരിക്കുന്നു. വലിയ ശുദ്ധികലശമാണ്. അതായത് 10 വർഷത്തിന് ശേഷം LDF സർക്കാർ ഭരിച്ചു മുടിച്ചതിന് ശേഷം UDF സർക്കാർ അധികാരത്തിലേറിയ സമയത്ത് വലിയൊരു ശുദ്ധികലശം നടന്നിരിക്കുന്നു എന്നാണ് പ്രവർത്തകർ പറയുന്നത്. വലിയ ആവേശത്തിലാണ് പ്രവർത്തകരെല്ലാവരും തന്നെ ഉള്ളത്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.